അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഭീകരാക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാന് മുന്നറിയിപ്പ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ ഭീഷണികളുടെ വ്യാപനത്തെക്കുറിച്ചും രാജ്യത്തെ ബാധിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെക്കുറിച്ചും ചൈനയും ഐക്യരാഷ്ട്രസഭയും ഈ ആഴ്ച പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മധ്യേഷ്യയിലെ തീവ്രവാദ വിരുദ്ധ മുന്നറിയിപ്പ് ശൃംഖലയെക്കുറിച്ചുള്ള ഉന്നതതല സമ്മേളനത്തിൽ വെള്ളിയാഴ്ച സംസാരിച്ച ഐക്യരാഷ്ട്രസഭയിലെ ചൈനീസ് അംബാസിഡർ സൺലി മധ്യേഷ്യൻ മേഖല പൊതുവെ സ്ഥിരത പുലർത്തുന്നുണ്ടെങ്കിലും അതിർത്തി കടന്നുള്ള ഭീകരതയുടെ സ്വാധീനം തുടരുന്നുവെന്ന് പറഞ്ഞതായി ഡോൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ മധ്യേഷ്യൻ മേഖല പൊതുവെ സ്ഥിരതയുള്ളതായി തുടരുന്നു. എന്നിരുന്നാലും തീവ്രവാദ ഭീഷണികളുടെ സ്പിൽ ഓവർ പ്രഭാവം ഇപ്പോഴും ആഴത്തിൽ ബാധിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായി സഹകരിക്കണമെന്ന് ചൈനീസ് പ്രതിനിധി നിർദ്ദേശിച്ചു. ഭീകര സംഘടനകൾക്ക് വീണ്ടും സുരക്ഷിത താവളമായി അഫ്ഗാനിസ്ഥാൻ മാറുന്നത് തടയുന്നതിനും വിദേശ തീവ്രവാദ പോരാളികളുടെ തിരിച്ചുവരവ് സംയുക്തമായി തടയുന്നതിനും പരിഹരിക്കുന്നതിനും അഫ്ഗാനിസ്ഥാനുമായുള്ള ഇടപെടലും സഹകരണവും ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ദിവസം മുൻപ് ന്യൂയോർക്കിലായിരുന്നപ്പോൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സമാനമായ ഭീഷണികൾ വരുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനിലെ 4 പ്രധാന ലക്ഷ്യങ്ങളിൽ UN പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉൾക്കൊള്ളൽ, മനുഷ്യാവകാശങ്ങൾ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ താലിബാന്റെ പുരോഗതി കൈവരിക്കാത്തതിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചു. അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചുവെന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും ഫെഡറൽ സർക്കാരിന്റെ വിശ്വസനീയമായ തെളിവുകൾ ഇതിന് പിന്തുണ നൽകണമെന്നും ഖൈബർ പഖ്തൂൺഖ്വ മുഖ്യമന്ത്രി സൊഹൈൽ അഫ്രീദി നേരത്തെ പറഞ്ഞതായി ഡോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാൻ ഒന്നിലധികം രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ഉന്നയിച്ചതുപോലുള്ള പരാതികൾ അവയൊന്നും ഉന്നയിച്ചിട്ടില്ലെന്നൊരു യോഗത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി സൊഹൈൽ അഫ്രീദി ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാനെതിരെ അഫ്ഗാൻ പ്രദേശം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതൊരു അവകാശവാദവും തെളിവുകൾ സഹിതം തെളിയിക്കണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. മറ്റ് രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്, പക്ഷേ അവർ അത്തരം പരാതികളൊന്നും നൽകിയിട്ടില്ല. അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാനെതിരെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടാൽ തെളിവുകൾ ഹാജരാക്കണം. അങ്ങനെ ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അഫ്രീദി പറഞ്ഞതായി ഡോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള ആരോപണങ്ങൾ കാബൂൾ ഇസ്ലാമാബാദ് ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് ദാവൂദ് ഷിറാസിനെ പോലുള്ള രാഷ്ട്രീയ വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇരുപക്ഷവും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്തതായും ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ നിരവധി അയൽ രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുന്നുണ്ടെന്നും ഷിറാസ് പറഞ്ഞു. തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ, ചൈന എന്നിവയുമായി പോലും ഞങ്ങൾക്ക് ബന്ധമുണ്ട്. പക്ഷേ ഒരു അയൽ രാജ്യവുമായും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്ലാമിക് എമിറേറ്റ് അധികാരമേറ്റതിനു ശേഷം സൊഹൈൽ അഫ്രീദി സൂചിപ്പിച്ചതുപോലെ സുരക്ഷ നിലനിർത്തിയിട്ടുണ്ട്. യഥാർത്ഥ പ്രശ്നം ചർച്ചകളുടെ അഭാവമാണ്. അഫ്ഗാനിസ്ഥാൻ മണ്ണ് ഒരു രാജ്യത്തിനെതിരെയും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് വാദിച്ചുകൊണ്ട് ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ഉദ്യോഗസ്ഥർ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ ആവർത്തിച്ച് നിരസിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.